എന്താ മക്കളെ? ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി. പെൺവിഷയം. ആ, എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന പുരുഷന്മാരെ കാണുന്നതും പുരുഷന്മാരെ കേൾക്കുന്നതും ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം, അതിന് ചില നിബന്ധനകളോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. നമസ്കാരം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നത് പാപമാണോ? പൊതുസ്ഥലത്ത് സ്ത്രീയും പുരുഷനും ഒന്നിച്ചു കൂടുന്നത് സർവനാശത്തിന് വഴിവെക്കുമോ? മനുഷ്യരെ ഏത് നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് മതപണ്ഡിതർ ശ്രമിക്കുന്നത്? ആറാം പ്രമാണം മുറുക്കെ പിടിച്ചോ. ഇപ്പോൾ ഇത് വെട്ടി തുറന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്, പശ്ചാത്തലമുണ്ട്. ആ കാരണവും പശ്ചാത്തലവും AP വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയോട് തന്നെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഈ ചർച്ചയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും അവസാന സമയത്ത് അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതിന് കാരണമായി പറഞ്ഞത്, എന്താണ് മതവിധി എന്നുള്ളത് കാന്തപുരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന് അവരുടെ ഒരു പ്രതിനിധി വന്ന് ചർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല എന്നുള്ളതാണ്. ആരും ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയും. പറയുന്നത് ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക. ലോകപ്രശസ്ത ബ്രിട്ടീഷ് പാകിസ്ഥാനി മുസ്ലിം ബുദ്ധിജീവിയായ സിയാവുദ്ദീൻ സർദാറിന്റെ ആർ മുസ്ലിം സോ ബോറിംഗ്, മുസ്ലിങ്ങൾ ഇത്ര ബോറന്മാരാണോ എന്ന ഒരു ലേഖനം ക്രിട്ടിക്കൽ മുസ്ലിമിൽ അദ്ദേഹം എഴുതിയതാണ്. അതേപോലെ നബി വചനം, ഒരു ഹദീസുണ്ട്, സ്ത്രീകളെ ഭരണം ഏൽപ്പിച്ചാൽ ആ സമൂഹം വിജയം കാണില്ല, പരാജയപ്പെടും. അപ്പോൾ സ്ത്രീകൾ ഇസ്ലാമിൽ എന്ന വിഷയം നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയും പുരുഷന്മാർ ഇസ്ലാമിൽ എന്ന വിഷയം വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തന്നെ ഈ ചർച്ച, ഇങ്ങനെയുള്ള ചർച്ചകളുടെ ഇസ്ലാമിന്റെ പുരുഷപരത, പുരുഷ ഇസ്ലാമിന്റെ നിദർശനമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഷിനാസ് ഏത് സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം എന്ന്? അത് ഞാൻ ഇവിടെ ഒരു കുറുന്തോട്ട് ഇറക്കാൻ കയറിയതാ. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നില്ല. സംഘടനാ പ്രതികൾ മാത്രമല്ല ചർച്ചയിൽ പങ്കെടുക്കുക. എനിക്ക് നിങ്ങൾ പറയുന്ന ഇടയ്ക്ക് സൗണ്ട് മിസ്സായി പോകുന്നുണ്ട്. ഞാൻ കേട്ടിട്ടില്ല എന്താ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചു, താങ്കളുടെ മറുപടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലത്ത് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വ്യായാമ മുറ പരിശീലിച്ചാൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ, വ്യായാമ മുറ അഭ്യസിച്ചാൽ എന്താണ് തെറ്റ്? അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞു. ആ നിലപാട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണ്. ഇവിടെ VP ഷിനാസ് അടക്കമുള്ള, VP സുഹറ അടക്കമുള്ള സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷ സംസാരം നടത്തുന്ന അഭിനവ നവോത്ഥാന നായകൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ കാന്തപുരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതോളം എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും? എന്തെങ്കിലും ഒന്ന് പറയാൻ കാണും? എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ഞാൻ കാന്തപുരത്തിന്റെ ജൈവനത്തെ കുറിച്ചല്ല താങ്കളോട് ചോദിച്ചത്. താങ്കളോട് ചോദിച്ചത് പൊതുസ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമം പരിശീലിക്കുന്നത് എന്താണ് തെറ്റ്? സുരേഷ് സാറേ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വ്യക്തമല്ല ഞാൻ പറഞ്ഞത്. അന്യ സ്ത്രീയും പുരുഷനും മിങ്കിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണ്. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. ആ നിലപാട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് അനുവർത്തിക്കാനുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താ? ഖൈറു മത്താഇ ദുനിയ അൽ മർഅതു സലിഹ. തിരുനബിയുടെ വചനമാണിത്. ഏറ്റവും ഉത്തമരും ഉദാത്തവരും ഈ ഭൂമിയിൽ പുരുഷനേക്കാളേറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സമീ? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുത്തിരിക്കണ്ടോലാണ്, പുറത്തിറങ്ങണ്ടോലല്ല. കാല് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട്, കാല് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട്, കാല് പൊക്കി വെച്ചോ ഇനിയൊരു പടിയുണ്ട്, കാല് പൊക്കി വെക്കണ്ട ഇനി പടിയില്ല. എന്ത് വിശ്വാസത്തിന്റെ നിങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം അല്ല, സുരേഷ് ചോദിക്കാണ്, ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വല്ല ഉണ്ടോ? അങ്ങനെ എന്നോട് ചോദിക്കുന്നത് ഇസ്ലാം നടത്തിയാൽ അത് പാപമാണെന്ന് പറഞ്ഞ മതപണ്ഡിതരോട് ചോദിക്കൂ. ഇതിനെ ഉന്മാദം എന്ന് പറയും, പച്ച മലയാളത്തിൽ ഭ്രാന്ത്. ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിട്ടൂരം പുറപ്പെടുവിക്കാനോ കഴിയില്ല. ആഹ്വാനം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി VP സുഹറ, പല കാലങ്ങളിലും ഇത് ഒരു മതത്തിൽ മാത്രമല്ല, പല മതങ്ങളിലെയും പല പണ്ഡിതന്മാരും ഇത്തരം ആഹ്വാനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പശ്ചാത്തലം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് സമയമായി ഞാൻ കേൾക്കുന്നത്, വ്യക്തമായിട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. മൊത്തത്തിൽ സ്ത്രീവിരുദ്ധമാണ് പറയുന്നതൊക്കെ തന്നെ. പിന്നെ ഇത് ഏത് കാലത്താണെന്നുള്ളത് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇസ്ലാമിക നിയമം ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിൻ്റെ കയ്യിൽ കൊടുത്തതായിട്ട് എനിക്കറിയില്ല.
ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രവാചകരുടെ കാലത്തിന് ശേഷം 4 ഖലീഫമാർ ഭരിക്കുകയും അതിനുശേഷം ഒരു ഇസ്ലാമിക ഭരണം ആരെയും ഏൽപ്പിച്ചതായിട്ട് ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകൾ എവിടെ പോകുന്നു, സ്ത്രീകൾ പുറത്തു പോയാൽ അഞ്ഞാട്ടക്കാരികളായി, ഒരുമിച്ചിരുന്നാൽ അവർ ലൈംഗികമായി ബന്ധപ്പെടും. എന്തൊക്കെയാണ് ഇവർ? അത്രക്കും മാനസിക രോഗികളാണോ ആൺകുട്ടികളും പെൺകുട്ടികളും? കാല് വാരരുത്, എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? സ്ത്രീ പുരുഷന്മാരെന്ന് പറഞ്ഞാലും മാനസികമായ ഒരു ബന്ധമില്ലേ, സൗഹൃദം ഇല്ലേ? ഒരു സൗഹൃദത്തെ പോലും കടിഞ്ഞാണിടുന്ന രീതിയിലാണ് ഇവർ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്.